നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മാത്രം ശേഷിക്കെ സംസ്ഥാന കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ വീണ്ടും സജീവമാകുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ട് രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും സജീവമാണ്. വിശാല ഐ ഗ്രൂപ്പ് സജീവമാക്കിയ ചെന്നിത്തലയ്ക്ക് പിന്നിൽ അണിനിരക്കുകയാണ് വി.ഡി. വിരുദ്ധ വിഭാഗം. പുനഃസംഘടനാ ചർച്ചകൾ സൃഷ്ടിച്ച ചേരിപ്പോരിന് പിന്നാലെയാണ് കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പ് രാഷ്ട്രീയം പിടിമുറുക്കുന്നത്. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട നീക്കങ്ങൾ നടത്തുന്ന വി.ഡി. സതീശന് തന്നെയാണ് കൂടുതൽ സംഘടനാ ബലം. പഴയ എ ഗ്രൂപ്പ് നോമിനികളായ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസും സതീശനൊപ്പം തന്നെ. ലീഗിന് താല്പര്യമുണ്ടെന്നതും സതീശനൊപ്പം നിൽക്കാൻ നേതാക്കളെ പ്രേരിപ്പിക്കുന്നു. വി.ഡി. സതീശൻ പാർട്ടി പഠിക്കാൻ നടത്തുന്ന നീക്കങ്ങളോടുള്ള അതൃപ്തിയാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വിശാല ഐ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കുന്നത്. വി.ഡി. വിരുദ്ധരായ കെ മുരളീധരനും കെ സുധാകരനുമൊക്കെ ചെന്നിത്തലയ്ക്ക് തൽക്കാലം പിന്തുണ നൽകുന്നുമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന കെ.സി. വേണുഗോപാലിന് പിന്നിൽ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ളവരും അണിനിരക്കുന്നു. 3 വിഭാഗങ്ങളും നീക്കങ്ങൾ സജീവമാക്കി തുടങ്ങിയിട്ടുണ്ട്. NSSനെയും SNDPയെയും ഒപ്പം കൂട്ടി കരുത്താർജിക്കാനുള്ള ചെന്നിത്തലയുടെ നീക്കം കോൺഗ്രസിലെ ശാക്തിക ചേരികൾ മാറാനുള്ള സാധ്യത തുറന്നിടുന്നു. പരമാവധി നേതാക്കളെയും ഘടകകക്ഷികളെയും എല്ലാം ചേർത്ത് നിർത്തി ബാക്കിയെല്ലാം ഹൈക്കമാൻഡിന് വിടുക എന്നതാണ് വി.ഡി. സതീശൻ സ്വീകരിക്കുന്ന മാർഗം. ദേശീയ നേതൃത്വത്തെ കൊണ്ട് സ്വന്തം പേര് പറയിപ്പിക്കാനുള്ള ബലം കെ.സി. വേണുഗോപാലിനുമുണ്ട്. നാളെ ശശി തരൂരും കെ മുരളീധരനുമൊക്കെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അവകാശവാദം മുഴക്കിയേക്കാം. പുനഃസംഘടന പൂർത്തിയാകുന്നതോടെ ഗ്രൂപ്പുകളുടെ ഏകദേശ ചിത്രവും നേതാക്കളുടെ നിലപാടുകളും കുറച്ചുകൂടി വ്യക്തമാകുമെന്ന് സാരം. ജനം, തിരുവനന്തപുരം.